ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ ഇൻഷുറൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങൾ യു കെയിലെ ഇൻഷുറൻസ് അടയ്ക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ എത്ര രൂപ യു കെയിലെ കാർ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ചിലവാക്കി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കൺട്രി ജീവിച്ചാലും ഇൻഷുറൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമായൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ യു കെയിലെ വണ്ടിക്ക് എത്രയാണ് വില, ഇൻഷുറൻസ് എത്ര നമ്മൾ പേയ്മെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് വീഡിയോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു വണ്ടി എടുത്തായിരുന്നല്ലേ? അതെ, ആദ്യം ഒരു വണ്ടി എടുത്ത് അതിന് പണി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. ടൊയോറ്റയുടെ നല്ല വണ്ടിയായിരുന്നു. വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തെ വണ്ടി ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് ഗിയർ പോകുന്ന വഴിയിൽ പറക്കം തളികയുടെ കണക്ക് വലിയ ട്രാഫിക്കുകൾ ഉണ്ടാക്കുമായിരുന്നു ഞാൻ. കാരണം എന്ന് പറയുന്നത് ഓട്ടത്തിനിടയ്ക്ക് ഗിയർ ബോക്സ് ന്യൂട്രലിലേക്ക് ഡയറക്റ്റ് വീഴും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ അത് വീണ്ടും ഗിയറിലോട്ട് വീഴത്തുള്ളൂ. അങ്ങനെ 3-4 പ്രാവശ്യം ആയപ്പം പിന്നെ പല ആൾക്കാരും പറഞ്ഞത് ആരെങ്കിലും ഇതുപോലെ ഫേസ്ബുക്ക് മാർക്കറ്റ് വഴി വിറ്റ് കളയാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സനുവദിക്കാത്തത് കൊണ്ട് ഞാനത് അല്ലാതെ കൊടുക്കുകയാണ് ചെയ്തത്, പറഞ്ഞിട്ട് വിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ശരിയാക്കാനും ആദ്യം നോക്കി. അതിനകത്തൊരു 600 പൗണ്ട് ആദ്യം പോയി. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഏകദേശം 1800 പൗണ്ടോളം അതിനകത്ത് നഷ്ടം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അത് വിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, നമ്മുടെ പരിചയത്തിലുള്ളൊരു ചേട്ടൻ പറഞ്ഞു, ഒരു വണ്ടിയുണ്ട് നിനക്ക് നോക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ കുറഞ്ഞ വണ്ടി, കുഴപ്പമില്ല, നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ചേട്ടന് പറഞ്ഞത് കാരണം ഞാൻ ആ വണ്ടി എടുത്തു. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, നല്ല വണ്ടിയാണ്. അതെ, വെറും 950 രൂപയായുള്ളൂ. ഇതുവരെ എനിക്കൊരു കുഴപ്പമില്ല. ആകെ ഞാൻ ആ ഗിയർ ബ്രേക്ക് പാഡ് മാറി, പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്തു. ഈ 2 പ്രശ്നമേ വന്നിട്ടുള്ളൂ. 950 പൗണ്ടേ വണ്ടിക്ക് ആയോളെങ്കിലും 1673 പൗണ്ട് ഇൻഷുറൻസ് അടച്ചു. ഏകദേശം 1,75,000 രൂപ. ആദ്യത്തെ വണ്ടിക്ക് നമ്മൾ മാർഷ്ബ്ലോ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിന്നായിരുന്നു ഇൻഷുറൻസ് എടുത്തത്. അതെ, അതൊന്നും മാറ്റി. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യം അവർ 140 രൂപയ്ക്ക് നമുക്ക് മാസം പറഞ്ഞു തന്നതാണ്. 150 പൗണ്ടെന്നും പറഞ്ഞ് തന്നെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞ് മെയിൽ അയച്ചു, ഇപ്പോൾ എമൗണ്ട് കൂടുതലാണ്, 205 രൂപ വെച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ അത് മാറ്റി അവയവ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുത്തത്. അത് ഏതാണ്ട് എനിക്ക് ഒരു വർഷം 1673 രൂപ പറഞ്ഞത്, 1673 പൗണ്ട് ആയത്. ഇപ്പോൾ എനിക്ക് റിന്യൂവലിൻ്റെ ടൈമായി. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. എനിക്ക് തോന്നുന്നു 95 പൗണ്ട് വെച്ചാണ് തോന്നുന്നു മാസം ആവാൻ പോകുന്നത്. പിന്നെ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം ഈ വണ്ടിയുടെ ടാക്സ്, ചില വണ്ടിക്ക് ടാക്സ് ഇല്ല, ചില വണ്ടിക്ക് ടാക്സ് ഉണ്ട്. 35 പൗണ്ടുണ്ട്, 70 പൗണ്ടുണ്ട്. പക്ഷേ എനിക്ക് ടാക്സ് ഏതാണ്ട് 265 പൗണ്ടോളം ടാക്സ് ഒരു വർഷം ഞാൻ അടച്ചു. അത് മന്ത്ലിയാണ് ഞാൻ അടച്ചത്. ഇൻഷുറൻസ് നമ്മൾ ഇയർലി അടയ്ക്കുവാണെങ്കിൽ കുറച്ച് പൈസയുടെ കുറവുണ്ട്. അപ്പോൾ ഒന്നിച്ചൊരു എമൗണ്ട് എടുക്കാൻ കുറച്ച് പൈസയുടെ വ്യത്യാസം വരും. അതായത് അഡ്മിറൽ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയ സമയത്ത് അത് 1 ഇയറിലേക്ക് അടച്ചാൽ 1000 പൗണ്ട് 1300 പൗണ്ടായിരുന്നു. 1300 പൗണ്ടായിരുന്നു. അത്ര പൗണ്ടേ ആവത്തുള്ളായിരുന്നു. പക്ഷെ അപ്പം നമ്മുടെ യാത്ര ഒന്നിച്ചെടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അന്നേരം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അങ്ങനെയാണ് എടുത്തത്. പക്ഷെ ഞാൻ ഇവിടുത്തെ ഒന്നും ആലോചിച്ച് നോക്കണം, 1,00,000 രൂപയുടെ വണ്ടിക്ക് 1,75,000 രൂപ ഇൻഷുറൻസ് അടയ്ക്കുകയും ഏതാണ്ട് 30,000 രൂപ ടാക്സ് അടയ്ക്കുകയും ചെയ്യണം. എന്തൊരു സംഭവം അല്ലയോ, അപാരം തന്നെ. പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താവും? നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു വണ്ടി അത്യാവശ്യം എടുക്കുകയാണെങ്കിൽ 5 വർഷം ഇൻഷുറൻസ് ഒക്കെ ആയിട്ടായിരിക്കും പുതിയ വണ്ടി കിട്ടുന്നത്. ടാക്സ് എന്ന് പറയുന്നത് 15 വർഷത്തെ ടാക്സ് ഒന്നിച്ചടയ്ക്കുന്നതുകൊണ്ട് അടുത്ത അടയ്ക്കേണ്ടി വരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. വണ്ടി എടുക്കുമ്പം നമ്മൾ ടാക്സ് ഓരോ വർഷം ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ടാക്സ് ഉണ്ടായിരുന്നു, ഈ വർഷം എനിക്ക് ടാക്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടാക്സ് മൊത്തത്തിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് റീഫണ്ട് വരികയും അടുത്ത മേടിക്കുന്ന ആൾ ആ വണ്ടിയുടെ ടാക്സ് അടയ്ക്കുകയും വേണം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ 15 വർഷത്തേക്ക് ടാക്സ് ഒന്നിച്ച് ഈടാക്കുകയാണ് ചെയ്യുന്നത് വണ്ടി മേടിക്കുന്ന സമയത്ത്. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നാട്ടിൽ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു, 5-6 വണ്ടി ഉണ്ടായിരുന്നു. ആദ്യം ഓരോ വർഷം ഓരോ വണ്ടി എടുക്കുന്നത് കാരണം പല വണ്ടിക്കും പല ഇൻഷുറൻസാണ് വന്നിട്ടിരിക്കുന്നത്. 10,000 രൂപ ഇൻഷുറൻസ് വന്നിട്ടുണ്ട്, 8,000 രൂപ വന്നിട്ടുണ്ട്. ഏതാണ്ട് ഫുൾ ഇൻഷുറൻസ് വരുന്നത് തന്നെ 12,000 രൂപ അത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ഇവിടുത്തെ വണ്ടിയുടെ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് കേട്ടോ. തേർഡ് പാർട്ടി ഇൻഷുറൻസിനാണ് ഇത്രയും പൈസ ഞാൻ പറഞ്ഞത്. അപ്പോൾ നാട്ടിൽ ഒരു 2010 അല്ലെങ്കിൽ 2012 വണ്ടിയൊക്കെ ഏകദേശം 6,000-7,000 രൂപയൊക്കെ വരത്തുള്ളൂ. ഈ സൗദി അറേബ്യയിലാകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ടൊയോറ്റ കൊറോളയായിരുന്നു ഇരുന്നത്. അതിന് ഏകദേശം എനിക്ക് എത്ര 550 പൗണ്ടാന്ന് തോന്നുന്നു അല്ലേ, 550-650 റിയാലാണ് കേട്ടോ, പൗണ്ടല്ല, റിയാലാണ് വന്നുകൊണ്ടിരുന്നത്. അത് വർഷങ്ങളോളം ഞാൻ അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് 550-650 റിയാൽ വെച്ചേ വരുന്നുള്ളായിരുന്നു. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടാക്സ് ആയാലും ശരി, ഇൻഷുറൻസ് ആയാലും ശരി, ടാക്സ് പിന്നെ സഹിക്കാൻ പറ്റുന്ന എമൗണ്ടേ ഉള്ളൂ. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ്. അതുമാത്രമല്ല, നമ്മൾ എന്തുപോലെ ആക്സിഡൻ്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാലൊക്കെ പിന്നെയും കയറി പോകുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു വണ്ടിയുടെ ഇൻഷുറൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, പഴയ ആൾക്കാർക്കൊക്കെ മീൻസ് 5, 6, 10 വർഷമായവർക്കൊക്കെ വണ്ടിയുടെ ഇൻഷുറൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നു വർഷം 650, 700
800 പൗണ്ടൊക്കെ ആ വർഷം ഇൻഷുറൻസ് വരുന്നുള്ളൂ. ഇൻ്റർനാഷണൽ ലൈസൻസിൽ എടുത്തപ്പോഴാണ് എനിക്ക് ഇത്രയും വന്നത്. പിന്നെ പുതിയ ലൈസൻസ് ആയപ്പം ഇൻ്റർനാഷണൽ ലൈസൻസ് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു 142 എനിക്ക് 10 പൗണ്ട് കൂടെ കൂട്ടി 152 പുതിയ ലൈസൻസ് എടുത്തപ്പം. പുതിയ ലൈസൻസുകാർക്ക് പൈസ കൂടുതലാണ്, ഇൻ്റർനാഷണൽ ലൈസൻസിനേക്കാളും കൂടുതലാണ് പുതിയ ആൾക്കാർക്ക്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ കുറേ പൈസ കിട്ടും, അത് അവർ തന്നെ കൊണ്ടുപോകും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 1 വർഷത്തെ കാർ ഇൻഷുറൻസിൻ്റെ അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക. ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.